പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നും ദൈവവചനം പഠിക്കുവാൻ വളരെ ഉത്സാഹത്തോടെ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ ശ്രേഷ്ഠദാസിനെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഭയങ്കര മഴയും ബുദ്ധിമുട്ടും ഒക്കെ ആയതുകൊണ്ട് ഇന്ന് പാർട്ടിസിപ്പൻസ് തീർച്ചയായിട്ടും കുറയുമെന്നറിയാം. നെറ്റ് ഇല്ലാത്തവരും ചാർജ് ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾ കാണിക്കുന്ന എല്ലാ ഉത്സാഹത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ, ഞാൻ ഓർപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ VP ഫിലിപ്പ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് രാത്രി ക്ലാസ് എടുക്കുന്നതാണ്. തൻ്റെ ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമ്മളോടൊപ്പം ലൈവായി ജോയിൻ ചെയ്യുന്നവർ, ഇത് പിന്നീട് യൂട്യൂബിലൂടെ ഒക്കെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാള് അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവെ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ അങ്ങയുടെ വചനം പഠിക്കുവാൻ ദൈവം ഞങ്ങൾക്കൊരു അവസരം ഒരുക്കി തന്നതിന് നന്ദി പറയുന്നപ്പ. ഷാജി പാസ്റ്റർക്കായി സ്തോത്രം, ലാലു പാസ്റ്റർക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് രാത്രികാലം ഞങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്ന അങ്ങയുടെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ കേൾക്കുവാൻ കർത്താവെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നിന്റെ അഭിഷക്തനെ നീ ശക്തീകരിക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കട്ടെ. ആദിയോടൊന്നും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും എല്ലാവർക്കും നന്ദി. പ്രത്യേക ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ VP ഫിലിപ്പ് താനൊരു അനുഗ്രഹീതനായ അധ്യാപകനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്. ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ ബുക്കുകളുടെയൊക്കെ കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ ഇടുകയും ഞാൻ പറയുകയും ചെയ്തു. വളരെ അനുഗ്രഹീതമായ ബുക്കുകളാണ്. അതൊക്കെ വായിച്ച് നിങ്ങൾ സഹായിക്കണം, വായിച്ച് അത് ബലപ്പെടണം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താനിപ്പോൾ ബഹ്റിൽ IPC ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിപ്പിക്കുവാനൊക്കെ എബ്രായ ലേഖനം വളരെ ശക്തമായി പഠിപ്പിക്കാൻ ദൈവം സഹായിച്ചു. അതൊക്കെ വളരെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് തൻ്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുവാൻ കാണിച്ച നല്ല സന്മനസ്സിനായി സ്തോത്രം. തുടർന്ന് താൻ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ആൻഡ് സ്റ്റുവാർഡ്ഷിപ്പ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനം നമ്മെ പഠിപ്പിക്കും. അതിനായി ശ്രേഷ്ഠദാസനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പാസ്റ്റർ VP ഫിലിപ്പ്, പ്ലീസ്. പ്രൈസ് ലോർഡ്. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവരെയും വളരെ വിനീതമായി കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനനായ ലാലു ജേക്കബ് പാസ്റ്റർ, തന്നോട് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ വിശുദ്ധന്മാരും, പ്രത്യേകിച്ച് നമ്മുടെ ബൈബിൾ സ്കൂളിലൂടെ, നമ്മുടെ ബൈബിൾ ക്ലാസ്സുകളിലൂടെ ദൈവവചനം പഠിക്കുകയും കർത്താവിന്റെ വേലയിൽ വളരെ അനുഗ്രഹിക്കപ്പെടുന്നതിൽ പ്രയോജനപ്പെടുകയും ചെയ്യുന്ന എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിലും പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗവും നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളുടെ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകുവാൻ ഞാൻ കർത്താവില് ആശ്രയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതൊന്ന് തുടങ്ങി വെക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. എങ്കിലും വളരെ സാവകാശമായി ആ പഠനങ്ങൾ ഒന്ന് നടത്തി മുൻപോട്ട് പോകുവാൻ, ഒരുപക്ഷെ എല്ലാം വേണ്ടതുപോലെ വിശദീകരിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. എനിക്കറിയാം, വേദപുസ്തകപരമായി വിവിധ വിഷയങ്ങൾ നമ്മുടെ ബൈബിൾ കോളേജിൽ മാസങ്ങളായി വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ സീനിയർ ആയിട്ടുള്ള, അപ്പോൾ തന്നെ വേദവചനം നന്നായിട്ട് അറിയാവുന്ന ദൈവദാസന്മാർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കർത്താവ് നമ്മളെ മാറ്റി വെച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണം, അതിന്റെ ഒരു തുടക്കം, നേതൃത്വത്തെക്കുറിച്ച്, അതുപോലെ കാര്യവിചാരത്വത്തെക്കുറിച്ച്, ലീഡർഷിപ്പ് ആൻഡ് സ്റ്റുവാർഡ്ഷിപ്പ്, എന്താണ് യഥാർത്ഥ ക്രിസ്തീയ നേതൃത്വം, എന്താണ് യഥാർത്ഥ ക്രിസ്തീയ സ്റ്റുവാർഡ്ഷിപ്പ്, അതിനെക്കുറിച്ച് നമുക്ക് അനിവാര്യമായി മനസ്സിലാകേണ്ട
ചില കാര്യങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ആഗ്രഹം. ഞാൻ പരിപൂർണമായി അതിൽ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് പ്രയോജനപ്പെടണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദീർഘ നാളുകളായി ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും എൻ്റെ ജീവിതത്തിൽ അതൊന്ന് മാതൃകയാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തിന്റെ ചെറിയൊരു പ്രകാശനം മാത്രമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗം വായിച്ച് നമുക്ക് തുടങ്ങാം. അത് 1 പത്രോസ് 4:10 1 പത്രോസ് 4:10. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുന്നവരുണ്ട്, ഇപ്പോൾ തന്നെ മലയാളം ബൈബിൾ ഉപയോഗിക്കുന്നവരുണ്ട്. രണ്ടുപേർക്കൂടെ പ്രയോജനം, രണ്ടിലും ഞാൻ വാക്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസ് വളരെ നമ്മൾ മനോഹരമായി പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. തന്റെ ശുശ്രൂഷ, തന്റെ കാഴ്ചപ്പാടുകളിൽ വന്ന പക്വത ഒക്കെ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ഒക്കെ വളരെ സന്തോഷമാണ്. ഒരു കാലത്ത് താന് വളരെ വികാരപരമായി ജീവിച്ചവനായിരുന്നു, തൻ്റെതായ സ്വപ്നങ്ങൾ ജീവിച്ചവനായിരുന്നു. എന്നാൽ പിന്നീട് താന് സഭയുടെ അധ്യക്ഷനായപ്പോൾ വളരെ പക്വമായി സഭയെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അവിടെ 1 പത്രോസ് 4:10 പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീം സബ്ജക്റ്റിനോട് ചേർന്ന് ഉള്ളതായതുകൊണ്ട് ഇതൊന്ന് വായിച്ച് മുൻപോട്ട് പോകാം. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിക്കും. As each one has received a gift, ministered it to one another as good stewards of the manifold grace of God. ഇവിടെ ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്കെല്ലാവർക്കും ഏതു പ്രായത്തിലും യേശു കർത്താവിന്റെ ശിഷ്യന്മാർക്ക്, യേശു കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് ദൈവം ഒരു വരം നൽകിയിട്ടുണ്ട്, ഒരു വരം നൽകിയിട്ടുണ്ട്. As each one has received a gift, കർത്താവ് നമുക്ക് ഒരു വരം, ഒരു ഗിഫ്റ്റ്, ഒരു നിയോഗം നൽകിയിട്ടുണ്ട്. ഞാൻ ഇത് തന്നെ പറഞ്ഞു തുടങ്ങുന്നു. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമില്, അതുപോലെ പിന്നീട് ഇത് കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഒരു വരവും ഒരു നിയോഗവും ഒരു സ്റ്റിവാർഷിപ്പ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഇല്ലാത്ത ആരും ദൈവസഭയിലില്ല. എല്ലാവർക്കും ദൈവം ഒരു വരം നൽകിയിട്ടുണ്ട്. ആ വരം നമുക്ക് ലഭിച്ചതുപോലെ വിവിധമായിട്ടുള്ള ആ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാർ എവിടെ, എപ്പോൾ, എങ്ങനെ, ഈ ചോദ്യത്തിന് ഇവിടെ ഉത്തരം കിട്ടുകയാണ്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം, കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിൽ നമ്മളെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പാൻ നമുക്ക് കഴിയണം. ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം ഏത് വരവുമാകട്ടെ, ഏത് നിയോഗവുമാകട്ടെ, അത് അതാത് സമയങ്ങളിൽ കർത്താവിന്റെ നിയോഗത്തിന്റെ കൃപയിലും ചെയ്യുവാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ. ഈ വാക്യം നിങ്ങൾ മറക്കരുത്. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു കൃപയുണ്ട്, ഒരു നിയോഗമുണ്ട്, ഒരു വരമുണ്ട്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, ഒരു സ്റ്റിവാർഡ്ഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അത് മനോഹരമായി ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 3 പ്രധാന ഭാഗങ്ങൾ ഇന്നത്തെ ധ്യാനത്തിന്റെ ആമുഖത്തിൽ തുടക്കമായി എഴുതി വെക്കുക. എല്ലാം വിശദീകരിക്കുവാൻ നമുക്ക് സമയം ലഭിക്കത്തില്ലെങ്കിലും വളരെ പ്രധാനമായി പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ. ഒന്ന് പുറപ്പാട് പുസ്തകമാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഒരു ഭാഗം. പുറപ്പാട് 2:11 മുതൽ 22 വരെ. 4-ാം അധ്യായം 10 മുതൽ 17 വരെ ചേർത്ത് വായിക്കുക. 4-ാം അധ്യായം 10 മുതൽ 17 വരെ ചേർത്ത് വായിക്കുക. 17-ാം അധ്യായം 8 മുതൽ 16 വരെ ചേർത്ത് വായിക്കുക. പുതിയ നിയമത്തിൽ നിന്ന് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 11 വരെ വായിക്കുക. അവിടെ 2 കാര്യങ്ങളാണ്, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഉയർത്തിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മോശയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, മോശയെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ
വളരെ അപകടകരമായ വേദനയുടെ നിലവിളിയുള്ള, രക്തത്തിന്റെ നിലവിളിയുള്ള, പ്രശ്ന സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് മോശ ജനിച്ചു വീഴുന്നത്. ആ ജന്മത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എല്ലാവരോടും ഞാൻ പറയുന്നു, പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു സമാധാനപരമായ കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ എന്ന് നമ്മൾ ചിന്തിക്കരുത്. പ്രശ്നങ്ങളുടെ ഇടയിലൂടെ നടന്ന് പ്രവർത്തിക്കാൻ, പ്രാർത്ഥിക്കാൻ, ശുശ്രൂഷ ചെയ്യുവാൻ നമ്മൾ ഒരുക്കപ്പെടേണ്ടതുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായ തെളിവ് നമുക്ക് ലഭിക്കുന്നത് ഈ പുറപ്പാട് പുസ്തകത്തിന്റെ പ്രാരംഭ അധ്യായത്തിൽ നിന്നാണ്. എന്നാൽ ഞാൻ അവിടെ പ്രധാനമായി ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഏറ്റവും നല്ല സാഹചര്യത്തിൽ വളരുന്ന മോശ, എന്നാൽ മോശയുടെ മേൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, മുൻപോട്ട് പോകാൻ, നയിക്കാൻ ദൈവം അവനെ കണ്ടതുകൊണ്ട് അവന്റെ മേൽ അതിനുള്ള നിയോഗമുണ്ട്. നാം ഈ ഭാഗം വായിച്ചു വരുമ്പോൾ, 2-ാം അധ്യായം വായിച്ചു വരുമ്പോൾ, മോശ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്നു. അവരുടെ ഭാരമുള്ള വേല നോക്കി തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രയീമിൽ അടിക്കുന്നത് കണ്ടു. താൻ ചെന്ന് വീഴുന്നത് ഒരു പ്രശ്നത്തിലേക്കാണ്. ആ പ്രശ്നം താൻ സോൾവ് ചെയ്തു എന്ന് നമുക്ക് കാണാം. പക്ഷേ അതിനകത്തൊരു മരണം സംഭവിച്ചു. താനൊരു പ്രശ്നം പരിഹരിച്ചെങ്കിലും അതിനകത്തൊരു ലോസ് ഉണ്ടായി, ഒരു ജീവൻ നഷ്ടപ്പെട്ടു. എന്താ പിന്നീട് സംഭവിക്കുന്നത്? ആ പ്രശ്ന പരിഹാരം നിർവഹിച്ച രീതി ഒരുപക്ഷെ തെറ്റായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് ഓടേണ്ടി വന്നു, അവിടെ നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നു, കൊട്ടാരത്തിൽ നിന്ന് യാത്ര ചെയ്യേണ്ടി വന്നു. എന്നാൽ കൊട്ടാരത്തിൽ നിന്ന് യാത്ര ചെയ്ത്, വളരെ വിദൂരതയിൽ യാത്ര ചെയ്ത്, എന്നാൽ ഇനി ഒരു പ്രശ്നത്തിലും ഇടപെടേണ്ട, സമാധാനമായി ജീവിക്കാം, കാട്ടിലോ മലയിലോ കൊട്ടാരത്തിന്റെ ബഹളങ്ങൾ വേണ്ട, ജനത്തിന്റെ പ്രശ്നങ്ങൾ അറിയേണ്ട കാര്യമില്ല, സമാധാനപരമായി ജീവിക്കാം എന്ന് കരുതിയ ഈ ഒരു ചെറുപ്പക്കാരൻ താന് ചെല്ലുന്നത് 15-ാം വാക്യത്തിൽ, ഈ കാര്യം കേട്ടാറെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് എന്ന് പാർത്തു. അവനൊരു കിണറിനരികെ, ഒരു ഉറവയുടെ അരികെ ശാന്തമായി ഇരിക്കുകയാണ്. ഇനി ഒന്നിനുമില്ല. നമ്മളൊക്കെ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നവരാണ്. ഒന്ന് പാളിപ്പോയാൽ ഇനി ഞാൻ ഇല്ല, ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞോളാം, ഒതുങ്ങിയിരുന്നോളാം എന്ന് തീരുമാനിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മോശ അവിടെ ഒരു കിണറിനരികെ ഇരിക്കുമ്പോൾ മിദ്യാനിലെ പുരോഹിതന് 7 പുത്രിമാരുണ്ടായിരുന്നു. അവർ വന്ന് അപ്പന്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി കുട്ടികൾ നിറച്ചു. എന്നാൽ ഇടയന്മാർ വന്നു അവരെ ആട്ടിക്കളഞ്ഞു. പ്രശ്നം പരിഹരിച്ച് പരാജയപ്പെട്ട് മുൻപോട്ട് പോയ, യാത്ര ചെയ്ത ഒരു മോശയുടെ മുൻപിൽ വീണ്ടും പ്രശ്നങ്ങൾ വരികയാ. ബലഹീനരായ ഒരു കൂട്ടം സഹോദരിമാർ, ആരോഗ്യമുള്ള ഒരു ഇടയന്മാർ, മറ്റൊരു ചൂഷണത്തിന്റെ, മറ്റൊരു സംഘടനത്തിന്റെ വേദനയുടെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. മോശേ, നിനക്ക് ഇടപെടാതിരിക്കാൻ കഴിയത്തില്ല. ആദ്യം ഒരു പക്ഷെ നീ പാളിപ്പോയിരിക്കാം, കുറവുകൾ വന്നിരിക്കാം, പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നിയോഗിച്ചിരിക്കുന്നത്. എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ മോശ ഇടപെടുകയാണ്. എന്നാൽ ഇടയന്മാർ വന്നു അവരെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ മോശ എഴുന്നേറ്റു. അവരെ സഹായിച്ചു. അവരുടെ ആടുകളെ കുടിപ്പിച്ചു. അവർ തങ്ങളുടെ അപ്പനായ രഘുവേലിന്റെ അടുക്കൽ വന്നപ്പോൾ, നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നത് എങ്ങനെയെന്ന് അവൻ ചോദിച്ചു. അപ്പൊ നോക്കിയേ, മോശയുടെ ജീവിതത്തില്, മോശയുടെ DNA-യില്, ലൈഫില് ദൈവത്തിന്റെ ഒരു നിയോഗമുണ്ട്, ഒരു കാലഘട്ടത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വേണ്ടി. ഒരുപക്ഷെ ചരിത്രത്തിലെ ഇത്രയധികം വലിയ സമൂഹത്തെ നേരിട്ട് നയിച്ച ഒരു ലീഡർ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അവനോട് ഇടപെടുകയാണ്. 3-ാം അധ്യായം, എക്സോഡസ്, പുറപ്പാട് 3-ാം അധ്യായം, ഈ ബൈബിൾ ചരിത്രത്തിൽ ഒരു വ്യക്തിയോട് ദൈവം നേരിട്ട് ഇടപെടുന്ന ചരിത്രമാണ്. ദൈവം നേരിട്ട് ഏറ്റവും കൂടുതൽ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു അധ്യായമാണ്. ആരാണ്
ദൈവമെന്ന് ദൈവം നേരിട്ട് വെളിപ്പെടുത്തുന്ന അധ്യായമാണ് 3-ാം അധ്യായം. പക്ഷേ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കേട്ടിട്ടും മോശ പറയുന്ന എന്താണ്? മോശ യഹോവയോട് 4-ാം അധ്യായം 10-ാം വാക്യം, മോശ യഹോവയോട്, കർത്താവേ, മുൻപേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യം ഉള്ളവൻ അല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായ് കൊടുത്തത് ആര്? അല്ല, ഓമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആര്? യഹോവയായ ഞാൻ അല്ലയോ? അപ്പൊ 3-ാം അധ്യായത്തിൽ ദൈവം ആരാണെന്ന് നേരിട്ട് പ്രകാശിപ്പിച്ചിട്ടും ലീഡർഷിപ്പ് മിനിസ്ട്രിയിലേക്ക് നയിക്കുക എന്ന ശുശ്രൂഷയിലേക്ക്, പ്രവർത്തിക്കുക എന്ന ശുശ്രൂഷയിലേക്ക് ചുവടുകൾ എടുത്തു വയ്ക്കുവാൻ വൈമനസ്യം കാണിച്ച മോശയോട് ദൈവം ഇടപെടുകയാണ്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം, നിന്റെ നാവോട് കൂടെ ഇരിക്കാം, ഞാൻ നിന്നെ ഉപയോഗിക്കാം. ഞാൻ ആ ഭാവം ഇപ്പോൾ അത്രമാത്രം വിശദീകരിക്കുന്നുള്ളൂ, പിന്നീട് നിങ്ങൾ വായിക്കുക. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു യുദ്ധം ജയിച്ച ചരിത്രമാണ് 17-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. രഫീദീമിൽ വെച്ച് ഹിമാലേക്ക് വന്ന് ഇസ്രായേൽ യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. നിങ്ങൾക്കറിയാം, ആ യുദ്ധത്തിൽ മോശ പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് കൈ ഉയർത്തി നിൽക്കുകയാണ്. അഹ്റോനും ഹൂരും അവനെ സഹായിക്കുകയാണ്. യോശുവ യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യുകയാണ്. ദൈവം അമാലേക്കിനെയും അവന്റെ ജനത്തിനെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു കളഞ്ഞു. ഇവിടെ ഒരു യുദ്ധം കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? ലീഡേഴ്സ്, സ്റ്റുവാർഡ്സ് എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? ആര് പ്രസംഗിച്ചു, ആര് ചെയ്തു, ആര് നയിച്ചു, ആര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ആര് ഉദ്ഘാടനം ചെയ്തു, ആരാണ് മുമ്പിൽ? എപ്പോഴും വരുന്ന ചോദ്യം. ഇത് മാധ്യമങ്ങൾക്ക് ഇത് പ്രധാനമാണ്. എന്നാൽ ഇവിടെ ഞാനൊരു ഒരു ബിബ്ലിക്കൽ ലെസൺ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 14-ാം വാക്യം, യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന് കീഴിൽ നിന്ന് അശേഷം മരിച്ചു കളയുമെന്ന് കൽപ്പിച്ചു. ഇനി ശ്രദ്ധിക്കണേ. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. അപ്പോൾ നേതൃത്വത്തിന്റെ, വിജയത്തിന്റെ സോഴ്സ്, ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്, നമ്മളല്ല. നമ്മൾ സ്റ്റിവാർഡ്സ് ആണ്, നമ്മൾ കാര്യവിചാരകന്മാരാണ്. നാം കൈ കൂപ്പുകയോ കൈ ഉയർത്തുകയോ മുട്ടുമടക്കുകയോ യുദ്ധം ചെയ്യുകയോ സഹായിക്കുകയോ ചെയ്തവരാണ്. ഒറ്റവാക്കി ഞാൻ പറയാം, മഹത്വം മോശക്കല്ല, മഹത്വം അഹരോനല്ല, മഹത്വം ഹൂരനല്ല, മഹത്വം യോശുവയ്ക്കുമല്ല, പടയാളികൾക്കുമല്ല. മഹത്വം ദൈവത്തിനാണ്. നമ്മെ ഏൽപ്പിച്ച സഭ, നമ്മെ ഏൽപ്പിച്ച പ്രവർത്തന മേഖലകൾ ഒരു സ്റ്റിവാർഡായി, ഒരു യഥാർത്ഥ കാര്യവിചാരകനായി, ഒരു യഥാർത്ഥ ലീഡറായി നമ്മൾ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുവോ അവിടെ എല്ലാം നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇത് ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടിയാണ്. ഇങ്ങനെയുള്ളവരെയാണ് ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇന്ന് ഈ ക്ലാസിന്റെ പ്രാരംഭ സമയങ്ങളിൽ ഞാൻ പങ്കുവയ്ക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ 13-ലേക്ക് വരുമ്പോൾ, യേശു കർത്താവിന്റെ വളരെ വളരെ മനോഹരമായ ഒരു മാതൃകയാണ് നമ്മൾ കാണുന്നത്. പെസഹ പെരുന്നാൾ മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു പറഞ്ഞിട്ട്, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഞാൻ എപ്പോഴും യോഹന്നാൻ 13-ലെ ആ ഒരു പ്രയോഗം എന്നെ സ്പർശിക്കാറുണ്ട്. അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഒറ്റ കൊടുക്കുന്നവരുണ്ട്, മറന്നു പോകുന്നവരുണ്ട്, തള്ളിപ്പറയാൻ സാധ്യതയുള്ളവരുണ്ട്, പല വിചാരങ്ങളും ഉള്ളവരുണ്ട്. എന്നാൽ യേശുവിന്റെ ഭാഗത്ത് ആ ശിഷ്യന്മാരെ യേശു അവസാനത്തോളം സ്നേഹിച്ചു. ആമേൻ. ക്രിസ്തീയ ദൗത്യത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും ഒരാത്മാ
നിയോഗമായി ഞാൻ പറയുകയാണ്, നമ്മളെ ഏൽപ്പിച്ച ദൗത്യം അതിനെ അവസാനത്തോളം നാം പിടിച്ചു നിൽക്കണം. അവസാനത്തോളം നാം ആ ദൗത്യത്തിൽ തുടരണം. ഇടയ്ക്ക് ഇട്ടേച്ചു പോകരുത്, ഇടയ്ക്ക് നിർത്തിക്കളയരുത്, മടുത്തു പോകരുത്. ആമേൻ. ആളുകൾ ചോദ്യങ്ങൾ കൊണ്ടുവരാം, ആളുകൾ നമ്മളെ വിമർശിച്ചു എന്ന് വരാം, ആളുകൾ നമ്മളെ പരിഹസിച്ചു എന്ന് വരാം. എന്നാൽ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം അവസാനത്തോളം ചെയ്യുവാൻ നമുക്ക് ഒരു നിയോഗം ഉണ്ടാകണം. ഇവിടെ നാം കാണുന്നത് 13 യേശു കർത്താവിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്, യേശു കർത്താവിന്റെ മാതൃകയാണ് നാം ഇവിടെ കാണുന്നത്. അതിന് 4-ാം വാക്യത്തിൽ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. യേശു കർത്താവിന്റെ നേതൃത്വത്തിന്റെ എക്കാലത്തുമുള്ള ഏറ്റവും വലിയ മാതൃകകളിൽ ഒന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. ആമേൻ. യേശു ഒരു വലിയ പാഠം കൊടുക്കുകയാണ്. യേശു ഒരു വലിയ പാഠം അവരെ പഠിപ്പിക്കുകയാണ്. നേതാവാകാനല്ല, ശിഷ്യനാകാനാണ്, ദാസനാകാനാണ്, കാൽ കഴുകുവാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ്, മറ്റുള്ളവരെ സേവിക്കുവാൻ വേണ്ടിയാണ്. പ്രിയരെ, നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിലെ ക്രിസ്തീയ നേതൃത്വവും സ്റ്റിവാർഷിപ്പും അഥവാ കാര്യവിചാരകത്വം എന്നുള്ള ഈ പഠനം ഏറ്റവും അധികം ഫോക്കസ് ചെയ്തിരിക്കുന്നത് യേശു കർത്താവിന്റെ മാതൃകയിൽ ആണ് എന്ന് നമ്മൾ അറിയണം. എന്താണ് യേശു കർത്താവിന്റെ മാതൃക? ഈ ലീഡർഷിപ്പ് എന്ന പദം പോലും പുതിയ നിയമ ദർശനത്തിൽ പര്യാപ്തമല്ല, അത് പരിമിതിയുള്ള ടൈറ്റിലാണ്. ലീഡർഷിപ്പ് എന്നത് പരിമിതിയുടെ പദമാണ്. കാരണം എന്താ അറിയാമോ? ഇന്ന് ലോകത്തിൽ ലീഡർഷിപ്പ് നേതൃത്വം നിൽക്കുമ്പോൾ പെട്ടെന്ന് പോകുന്നത് പൊസിഷണൽ ലീഡർഷിപ്പാണ്. പ്രസിഡന്റ്, പ്രധാനമന്ത്രി, അല്ലെങ്കിൽ സെക്രട്ടറി, കൗൺസിൽ മെമ്പർ, പൊസിഷനിലേക്ക് പോവുകയാണ്. എന്നാൽ ആ പൊസിഷണൽ ലീഡർഷിപ്പ് അല്ല യഥാർത്ഥ ലീഡർഷിപ്പ്. മാക്സ്വെൽ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാചകത്തിൽ താൻ പറയുന്നത് നേതൃത്വത്തിന്റെ വൈവിധ്യമാർന്ന നേതൃത്വത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു രീതിയാണ് പൊസിഷണൽ ലീഡർഷിപ്പ്. ഞാൻ ഒന്നിന്റെ പ്രസിഡന്റ് ആണെന്ന് പറയുന്നു, ഞാനൊന്ന് സെക്രട്ടറി എന്ന് പറയുന്നു. അത് വളരെ താഴ്ന്നൊരു സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ അതിനെ അവഗണിക്കുന്നില്ല, അതിനോട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വിശ്വസ്തരായ നേതൃത്വം ഉണ്ടാകണം, പ്രാർത്ഥിക്കുന്ന നേതാക്കന്മാർ സഭയ്ക്കുണ്ടാകണം, ദൈവവചനം വായിക്കുന്ന നേതാക്കന്മാർ സഭയ്ക്കുണ്ടാകണം, ദൈവത്തെ അനുസരിക്കുന്ന നേതാക്കന്മാർ സഭയ്ക്കുണ്ടാകണം, ദൈവത്തെ അനുസരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുന്ന നിയോഗമുള്ള ജനത്തെ അറിയുന്ന നേതാക്കന്മാർ ഉണ്ടാകണം. എങ്ങനെയാണെങ്കിൽ പൊസിഷണൽ ലീഡർഷിപ്പിൽ അവർക്ക് നന്നായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയും. ഇവിടെ നേതൃത്വം, റിയൽ നേതൃത്വം ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത് അത് സേവക നേതൃത്വമാണ്, സെർവന്റ് ലീഡർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ പുതിയ നിയമ ദർശനത്തിൽ ലീഡർഷിപ്പ് എന്നത് സെർവന്റ്ഹുഡ് ലീഡർഷിപ്പാണ്. ഓർക്കണം, സെർവന്റ്ഹുഡ് ലീഡർഷിപ്പാണ്, ദാസ്യ നേതൃത്വമാണ്, ദാസ്യ നേതൃത്വം. അവിടെ പൊസിഷണൽ ലീഡറായി ഇരിക്കുവാനല്ല, യജമാനായി ഇരിക്കുവാനല്ല, അവിടെ ദാസനായി സേവനം ചെയ്യുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ജീസസ് led by serving others rather than seeking power. അധികാരം തേടാതെ മറ്റുള്ളവരെ സേവിച്ചുകൊണ്ട് യേശു നേതൃത്വം നൽകി. വളരെ പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗമാണത്. ജീസസ് led by serving others rather than seeking power. മറ്റുള്ളവരിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുകയല്ല, മറിച്ച് യേശു കർത്താവ് ചെയ്തത് മറ്റുള്ളവരെ സേവിക്കുകയാണ്, മറ്റുള്ളവരെ സഹായിക്കുകയാണ്, മറ്റുള്ളവരുടെ ഘന കാണിക്കുകയാണ്. He washed the disciples' feet as an example of humility. നമ്മളിപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വായിച്ച വേദഭാഗം ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ മാതൃക കാണിച്ച യേശുവാണ്. വിനയത്തിന്റെ മാതൃക കാണിച്ച യേശു. അവിടെ ചിന്തിക്കണ്ട,
അടുത്ത കാര്യം, ട്രൂ ലീഡേഴ്സ് serve people with love and compassion. യഥാർത്ഥ നേതാവ് സ്നേഹത്തോടും കരുണയോടും കൂടെ ജനത്തെ സേവിക്കുന്നു. പ്രിയരെ, നമ്മൾ ഈ വചനം പഠിച്ചുകൊണ്ട് പോകുമ്പോൾ, ഈ ആദ്യ ഭാഗം തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉയരണം. കർത്താവേ, ഈ തലമുറയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് കുറെ ദൈവത്തിങ്കിൽ നിന്ന് നേടി ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് എന്റെ രാജ്യം, എന്റെ കിങ്ഡം ഇത് വലുതാക്കുകയല്ല, ഇതിനെ കുറെ കൂടെ വിശാലമാക്കുകയല്ല, മറിച്ച് ദൈവത്തിന്റെ ഒരു കൈയായി, ദൈവത്തിന്റെ ഒരു കാലായി, ദൈവത്തിന്റെ ഒരു ശബ്ദമായി എവിടെ ഞാൻ പ്രവർത്തിക്കണമോ, എവിടെ നാം ശുശ്രൂഷ ചെയ്യണമോ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരു വലിയ നിയോഗം ഉണ്ടാകണം. ഒന്നുകൊണ്ട് ഞാൻ പറയുന്നു, ദൈവം ഒരു ശുശ്രൂഷയും ഏൽപ്പിക്കാത്ത ആരും നമ്മുടെ ഇടയിലില്ല. ദൈവം ഒരു ശുശ്രൂഷയും ഒരു ദൗത്യം ഏൽപ്പിക്കാത്ത ആരും നമ്മുടെ ഇടയിലില്ല. ദൈവം നമുക്ക് എല്ലാവർക്കും ഒരു നിയോഗം നൽകിയിട്ടുണ്ട്. ഇവിടെ ജനങ്ങളെ നമ്മൾ സേവിക്കുകയാണ് ചെയ്യുന്നത്. നാം ജനങ്ങളെ സേവിക്കുമ്പോൾ യേശു കർത്താവിനെ സേവിക്കുകയാണ്. മദർ തെരേസ ഇതിന് വളരെ മനോഹരമായ സ്പർശിക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. കുഷ്ഠരോഗികളുടെ മുറിവുകളെ നാം സ്പർശിക്കുന്നത് യേശുവിന്റെ കരങ്ങളെയാണ്. മുറിവേറ്റവരുടെ, കുഷ്ഠരോഗികളുടെ മുറിവുകളെ നാം സ്പർശിക്കുന്നത് യേശുവിന്റെ കരങ്ങളെയാണ്. മറക്കരുത്, നാം മറ്റുള്ളവരെ സേവിക്കുവാൻ വേണ്ടി നിയോഗം ഉള്ളവരാണ്. 2, വിഷണറി ലീഡർഷിപ്പാണ്. യേശു കർത്താവിന്റെ നേതൃത്വം വിഷണറി ലീഡർഷിപ്പായിരുന്നു. ദർശനപരമായ നേതൃത്വം. ജീസസ് had a clear vision of establishing kingdom of God. യേശു കർത്താവിന് തന്റെ ഏറ്റവും വലിയ ദർശനം അത് ദൈവരാജ്യത്തിന്റെ ദർശനമായിരുന്നു. ദൈവരാജ്യം സ്ഥാപിക്കുക. അന്നത്തെ കാലഘട്ടത്തിൽ പോലും ഇത് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. യേശു അപ്പം കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ രാജാവാകുക. ജനത്തിനും അത് മനസ്സിലായില്ല. പക്ഷെ യേശു പഠിപ്പിച്ചത് ദൈവരാജ്യമായിരുന്നു. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളാണ് യേശു പഠിപ്പിച്ചത്. ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ നാം വായിക്കുന്ന മത്തായി സുവിശേഷം 5, 6, 7 യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണം, സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ, അത് അടിസ്ഥാനപരമായി ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളാണ്, ദൈവരാജ്യത്തിന്റെ പ്രഖ്യാപനങ്ങളാണ്, ദൈവരാജ്യത്തിന്റെ തത്വങ്ങളാണ്. ഞാൻ ഒന്നുകൂടി ലളിതമായി പറയാം. എന്താണോ ദൈവരാജ്യം, അതിലെ പ്രധാനമായ കാര്യങ്ങൾ, വിലയുള്ള കാര്യങ്ങൾ, മൂല്യമുള്ള കാര്യങ്ങൾ, അതാണ് യേശു കർത്താവ് സെർമൺ ഓൺ ദ മൗണ്ടില് പഠിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ നാം അത് നന്നായി മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പലതും, നമ്മുടെ സഭകള്, പ്രസ്ഥാനങ്ങള് ചെയ്യുന്നത് പലതും അത് കർത്താവിന് ഇഷ്ടമല്ല, അത് കർത്താവിന് പ്രസാദമല്ല. അതല്ല ദൈവരാജ്യം. വാശിയോ വൈരാഗ്യമോ ഇന്നത്തെ പല സംവിധാനങ്ങളും തമ്പുരാൻ ഇഷ്ടമല്ല. തമ്പുരാന്റെ രാജ്യം അത് സ്നേഹത്തിന്റെ രാജ്യമാണ്, അത് സേവനത്തിന്റെ രാജ്യമാണ്, അത് കൂട്ടായ്മയുടെ രാജ്യമാണ്, അത് പരസ്പരം അംഗീകരിക്കുന്ന രാജ്യമാണ്, പരസ്പരം സഹായിക്കുന്ന രാജ്യമാണ്. യേശുവിന്റെ വിഷൻ എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ഒന്നുകൂടി ഞാൻ പറയാം, ഈ ദൈവരാജ്യം എന്ന വിഷൻ മുൻപോട്ട് പോകുമ്പോൾ തന്നെയാണ് വിശന്നവർക്ക് യവത്തപ്പവും മീനും കിട്ടിയപ്പോൾ അവർ പറഞ്ഞു, യേശുവിനെ ഇപ്പോൾ രാജാവാക്കണം. പ്രിയരെ, യേശു അവര് പോലും അറിയാതെ അവരുടെ ഇടയിൽ നിന്ന് മെല്ലെ മുങ്ങി മാറി യേശു നേരെ പർവ്വതത്തിന് മുകളിൽ ചെന്നിട്ട് പിതാവുമായിട്ട് സംസാരിക്കുകയാണ്. ഒരു ഫിസിക്കൽ കിങ്ഷിപ്പ്, ഭൗതികമായ ഒരു രാജ്യത്വം പെട്ടെന്ന് സ്ഥാപിക്കുകയല്ല ദൈവരാജ്യം യേശു ചെയ്തത്. എന്നാൽ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ പങ്കിട്ടുകൊണ്ട് അതിലേക്കുള്ള ശിഷ്യന്മാരെ ചേർത്തുകൊണ്ട് യേശു വളരെ വളരെ
വളരെ പതുക്കെ തുടങ്ങിയായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ട്, he communicated his mission with a clarity and purpose. തന്റെ ദൗത്യം വ്യക്തതയോടെ തന്നെ അറിയിച്ചു, ലക്ഷ്യ ബോധത്തോടെ താൻ അറിയിച്ചു. അന്നത്തെ യഹൂദ മതത്തിന്, അന്നത്തെ പരീശന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് യേശു കർത്താവ് ചെയ്യുകയാണ്. ലൂക്കോസ് 4:18 മുതൽ നാം അത് വായിക്കുന്നുണ്ട് അല്ലെ? ലൂക്കോസ് 4:16 മുതൽ വായിച്ചോ. ഇങ്ങനെ വളർന്ന പ്രസംഗത്തിൽ വന്നു, ശവത്തിന്റെ പതിവ് പോലെ വള്ളിയച്ചത് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ആ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ ഉയർത്തി താൻ പ്രഖ്യാപിക്കുകയാണ്, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും സുന്ദരന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വെടിവെച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. He communicated his mission with a clarity and purpose. തന്റെ ദൗത്യം വ്യക്തതയോടും ലക്ഷ്യബോധത്തോടും കൂടെ യേശുവോട് അറിയിക്കുകയാണ്. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കലേക്ക് പതിഞ്ഞിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. പ്രിയരെ, ഈ ഒരു തലമുറയിൽ സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക്, രാജ്യങ്ങൾക്ക് ഏക പ്രതീക്ഷ യേശു കർത്താവാണ്. ആ പ്രതീക്ഷ നിർവഹിക്കേണ്ടവർ നമ്മളാണ്. നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ കൂട്ടായ്മയാണ്. ആമേൻ. നമ്മുടെ ബൈബിൾ സ്കൂളിലെ ഈ ട്രെയിനിങ് അതിന്റെ കാരണമാകണം. ഇവിടെ കേൾക്കുന്ന വചനങ്ങൾ കേട്ട് അത് പഠിച്ച് വായിച്ച് ഒക്കെ അടിച്ചു വെക്കുകയല്ല, നാം ചുവടുകൾ വയ്ക്കണം. എവിടെയാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടത്, എവിടെയാണ് പോരായ്മകൾ, എവിടെയാണ് ദൈവരാജ്യം പ്രഖ്യാപിക്കേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് ആഗസ്റ്റ് മാസം 1 നാം പ്രാർത്ഥിച്ചു തുടങ്ങണം. കർത്താവേ, ഒരുപാട് നാളുകൾ നഷ്ടമായി പോയിട്ടുണ്ട്. ഒരുപാട് നാളുകൾ ഞാന് ലക്ഷ്യബോധമില്ലാതെ നടന്നിട്ടുണ്ട്. എനിക്ക് ഏകാഗ്രമാക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. എന്നാൽ ഇന്നിന്റെ പ്രാർത്ഥന എനിക്ക് തുടങ്ങണം. യേശുവിന്റെ മിഷനോട് ചേർന്ന്, യേശുവിന്റെ ദൗത്യത്തോട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എനിക്ക് ചെയ്യണം. പ്രിയരെ, ചിലത് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ നമുക്ക് ചിലരെ പരിചയപ്പെടുത്താം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. Great leaders inspires others with a God-given mission. ആമേൻ. യഥാർത്ഥ നേതാക്കന്മാർ ദൈവ ദർശനത്തിലൂടെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നവരാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദുഃഖഭാഗ്യ വീണ്ടും ഇങ്ങനെ ധ്യാനിച്ചു വന്നപ്പോൾ എനിക്ക് രസകരമായ ചില പഠനങ്ങളിലൂടെ എന്റെ മനസ്സ് യാത്ര ചെയ്തു. ശൗല് മാനസാന്തരപ്പെട്ടു. ആ മാനസാന്തര പ്രവർത്തിക്ക് ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യനാണ് അനന്യാസ്, പ്രാർത്ഥനാ മനുഷ്യൻ. അനന്യാസിന്റെ പ്രാർത്ഥനാ മുറിയിൽ ശൗലിനെ കുറിച്ച് ദൈവം വെളിപ്പാട് കൊടുത്തു. അനന്യാസ് അവിടെ പോയി പ്രാർത്ഥിച്ചു. ശൗല് പുറത്തിറങ്ങി. അവൻ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്ഥാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. അടുത്ത ദിവസം തന്നെ അവൻ യേശു കർത്താവ് തന്നെയാണ് ക്രിസ്തുവെന്ന് തെളിയിച്ച് അവൻ പ്രസംഗിച്ചു. എന്നാൽ വേറെ രസം കേൾക്കണമോ? ഇതേ പൗലോസ് യെരൂശലേമിൽ ചെന്നപ്പോ അവിടുത്തെ കൗൺസിലിന്, അവിടുത്തെ അപ്പോസ്തലന്മാർക്ക് അവരെ തിരിച്ചറിയാൻ പറ്റിയില്ല. നമ്മൾ മനസ്സിലാക്കണം, അവർ അപ്പോസ്തലന്മാരാണ്, അവർ ലീഡേഴ്സാണ്. അവർക്കത് മനസ്സിലായില്ല. എന്നാൽ പ്രാർത്ഥനാ മുറിയിൽ തനിച്ചിരുന്ന ഒരു അനന്യാസിനെന്ന് മനസ്സിലായി. അവനവനെ കൈക്കൊണ്ടു, അവനുവേണ്ടി പ്രാർത്ഥിച്ചു. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഇതിനിടയിൽ നമ്മൾ കാണുന്നത് ഒരു ബന്ധവാസനയാണ്. അപ്പോസ്തലന്മാര് കൈക്കൊള്ളാതെ പുറത്തു നിന്ന ഒരുവന്റെ തോളിൽ പോയി കൈയിട്ട്, ശൗലേ, നീ സൗഖ്യമായിരിക്കുന്നുവോ? എന്താ നിന്റെ എക്സ്പീരിയൻസ്? എന്താ നിന്റെ ടെസ്റ്റിമണി? ഞാനും കൂടി ഒന്ന് അറിയട്ടെ. അവന് മനസ്സിലായി, ഇത് യഥാർത്ഥ മാനസാന്തരമാണ്. ഇവൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ടവനാണ്. അവന്റെ തോളിലൊന്ന് തട്ടി, അവന്റെ കൈയൊന്ന് പിടിച്ച് അപ്പോസ്തലന്മാരുടെ ഇടയിൽ അവനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവൻ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുമെന്ന് പ്രഖ്യാപിച്ച ഒരു ബർന്നബാസ്.
ആമേൻ. ശ്രദ്ധിക്കുന്ന പ്രിയരെ, യോഹന്നാനാകാൻ കഴിഞ്ഞില്ല, പത്രോസ് ആകാൻ കഴിഞ്ഞില്ല, യാക്കോബ് ആകാൻ കഴിഞ്ഞില്ല, പൗലോസ് ആകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവരുടെ എല്ലാം മധ്യത്തിന് ആമേൻ ഒരു പത്രോസ് പൗലോസിനെ ഉൾക്കൊണ്ട് ഒന്ന് എൻകറേജ് ചെയ്ത് മുൻപോട്ട് വിടുന്ന ആ ചിത്രം നമ്മൾ മനസ്സിലാക്കണം. നമുക്കെന്താ ദൈവം നമ്മൾ എന്താ ഏൽപ്പിച്ചത്? യോഹന്നാനെ പോലെ ഒരു സ്നേഹത്തിന്റെ അപ്പോസ്തലത്വമാണ് അത് ചെയ്യുക. പത്രോസിനെ പോലെ യേശു കർത്താവിന്റെ ആ ഒരു ഡിവിനിറ്റി, ദൈവത്തെ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഭാഷകനാണോ? നമ്മൾ കാണുന്ന പത്രോസ് നല്ലൊരു പ്രഭാഷകനാണ്, എക്സ്പോസിറ്ററാണ്, ടീച്ചറാണ്, അല്ല ഒരു യാക്കോബാണ്. ആമേൻ. കർത്താവ് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക. ദൈവം നമ്മളെ ഇതിനായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 3, ശിഷ്യത്വ നേതൃത്വമാണ്. ഡിസൈപ്ലിംഗ് ലീഡർഷിപ്പ്, ശിഷ്യത്വ നേതൃത്വം. നാം ഇപ്പോൾ നമ്മുടെ ബൈബിൾ കോളേജില് എത്ര ക്ലാസ്സുകൾ കഴിഞ്ഞു, എത്ര നല്ല അധ്യാപനം ചെയ്യുന്നു, എത്ര ലെസൺസ് നമ്മൾ പഠിച്ചു അല്ലെ? നമ്മുടെ നോട്ട്സ് ബുക്കിൽ എത്രയോ നല്ല പാഠങ്ങൾ പഠിച്ചു. ഇത് പഠിച്ച് ഇത് ധ്യാനിച്ച് പ്രിയരെ നമ്മൾ ഇത് ഉപയോഗിക്കണം. അടുത്തൊരു തലമുറയെ നമ്മൾ ട്രെയിൻ ചെയ്യണം. പ്രിയ ലാലി ജേക്കബ് സാറിന്റെ മനസ്സിലെ വലിയൊരു ദർശനം അതാണ്. ഒരു തലമുറയെ ട്രെയിൻ ചെയ്യുകയാണ്. ട്രെയിനിങ്. ഇന്നത്തെ ചർച്ച് ലീഡർഷിപ്പിന് ആ ദർശനം നഷ്ടപ്പെട്ടു പ്രിയരെ. ഞാൻ പറയുന്നതിൽ എനിക്ക് വേദനയുണ്ട്. അടുത്ത തലമുറ, അടുത്ത ജനറേഷൻ, അവരെ ട്രെയിൻ ചെയ്യാൻ നമുക്ക് കഴിയണം. ആമേൻ. നമ്മുടെ ശിഷ്യന്മാരായിട്ടല്ല, യേശുവിന്റെ ശിഷ്യന്മാരായിട്ട് ട്രെയിൻ ചെയ്യുവാൻ. എന്താ യേശുവിന്റെ മാതൃക? ജീസസ് ഇൻവെസ്റ്റഡ് ഹിസ് ലൈഫ് ഇൻ ട്രെയിനിങ് ഡിസൈപ്പിൾസ്. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടും. അത്യുന്നതനായ ദൈവത്തിന്റെ ഓമനപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്ന് ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ എടുത്തത് 12 പേരെയാണ്. വലിയൊരു സംഘത്തെ അല്ല, വലിയൊരു സമൂഹത്തെ അല്ല. ആമേൻ. ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന ഒരു ചെറിയ ചർച്ച ആയിരിക്കാം. സ്തോത്രം. 4 സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളായിരിക്കാം. ദൈവത്തിനെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു 30-40 പേരെ ആയിരിക്കാം. മറ്റുള്ളവരെ പോലെ വലിയ ക്രൗഡ് പുള്ളേഴ്സ് ആയിട്ടൊന്നും മാറാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. പറയുന്നു, ഒരു യോഹന്നാൻ അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ ദൈവസഭയ്ക്ക് ഒരു വെളിപ്പാട് പുസ്തകം കിട്ടും. ആമേൻ. ഇന്നും നമ്മളതിന്റെ വിദ്യാർത്ഥിയാണ്. ഞാൻ വെളിപ്പാട് പുസ്തകം ഒരുപാട് നമ്മൾ വായിച്ചു, പല ഭാഗം പുസ്തകം ചെന്നിട്ട് ഇന്ന് പഠിക്കാൻ എന്റെ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ച് ഇതിനുള്ള പുസ്തകങ്ങൾ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ മഹത്തായ വെളിപ്പാടുകൾ എഴുതി വെക്കുവാൻ യോഹന്നാന് കഴിഞ്ഞു. ഇന്നത്തെ സഭ അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നു, നമ്മുടെ ലീഡർഷിപ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ കരുതുന്ന, നമ്മൾ പ്രചോദനം കൊടുക്കുന്ന, നമ്മൾ തലോടുന്ന ഒരു ശിഷ്യന്മാർ. ജീസസ് taught, mentored, empowered them. അവരെ യേശു പഠിപ്പിച്ചു, അവരെ മെന്റർ ചെയ്തു, അവരെ ശക്തീകരിച്ചു. യേശുവിന്റെ ആബ്സെൻസിൽ ഇവർ ചിതറിപ്പോവുകയും ചെയ്തു. എന്നിട്ടും യേശു അവരെ ബലപ്പെടുത്തുകയാണ്. carry in the city, ഉയരത്തിൽ നിങ്ങൾ പാർക്കണം. എന്താണെന്നറിയാമോ? ശക്തി ലഭിക്കുവോളം അവരെ എംപവർ ചെയ്തു. യേശുവിന്റെ ആ ഒരു സമയത്തിന് ശേഷം യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ ശക്തരായ വക്താക്കളെ തീരാൻ വേണ്ടി അവരിലേക്ക് പരിശുദ്ധാത്മാവിനെ പോർന്ന പ്രിയരെ, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുൻപ് അവര് ഭയമുള്ളവരായിരുന്നു, ഉറയിലുള്ളവരായിരുന്നു, മുങ്ങിപ്പോകുന്നവരായിരുന്നു, യേശുവിന്റെ ശിഷ്യനെന്ന് പറയാൻ മടിയുള്ളവരായിരുന്നു. എന്നാൽ ഈ ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, we are preaching the Christ you crucified. നിങ്ങൾ ആണി തറച്ചു കൊന്ന ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഹൃദയം തട്ടി പറയുന്നു, as a missionary, as an evangelist, as a pastor, ഏതെങ്കിലും നിലയിൽ ക്രിസ്തീയ ശുശ്രൂഷ ഉപയോഗിക്കപ്പെടുന്ന പോലെ 10 പ്രാവശ്യമെങ്കിലും അപ്പോസ്തല പ്രവൃത്തി വായിക്കണം, ഏറ്റവും കുറഞ്ഞത്. കാരണം അതിനുള്ള ഒരു വലിയ നിയോഗം കിടപ്പുണ്ട്. അവർ ശക്തരായി തീർന്നു.
പ്രതികൂലങ്ങളിൽ അവർ പ്രസംഗിച്ചു, സഭയെ വളർത്തി. ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. ഇന്നുവരെ ഉണ്ടാകാത്ത സംവിധാനങ്ങൾ പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് വേണ്ടി ദൈവം ഇറക്കി വിട്ടു. പ്രിയരെ, ആമേൻ. നിങ്ങൾ രണ്ട് പടങ്ങല്ലേ? ഇന്ന് നമ്മുടെ നേതാക്കന്മാരെല്ലാം ഈ വലിയ വലിയ പൊളിറ്റീഷ്യനെ കാണാൻ അങ്ങോട്ട് പോവുക. എന്നാൽ ആദിമ സഭയുണ്ടല്ലോ, അവര് പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ച് അവർക്കെതിരെ നിന്ന എല്ലാ ശക്തികളെയും തോൽപ്പിച്ച് ഇരുമ്പ് ചങ്ങലകൾ പോലും പ്രാർത്ഥന കൊണ്ട് ദ്രവിപ്പിച്ചു കളഞ്ഞു. ആമേൻ. ഇരുമ്പ് പൂട്ടുകളെ മുഴങ്കാലുകൾ കൊണ്ട് തുറന്നു കളഞ്ഞു. തുറന്നു പുറത്തു വന്നു അപ്പോസ്തലന്മാർ. ഇതാ സഭയുടെ മാതൃക. എന്റെ ചോദ്യം ഇത്, നമുക്ക് എന്തുകൊണ്ട് ഇത് തിരിച്ചു പിടിച്ചുകൂടാ? ഇതാണ് സഭ. അപ്പോസ്തോലികമാണ്. അവിടെ പരിശുദ്ധാത്മ നയിക്കുന്നവരാണ്. ആത്മബലം കാണിക്കാനല്ല, പൊളിറ്റിക്കൽ പവർ കാണിക്കാനല്ല, മറിച്ച് we are representing kingdom of God. ദൈവരാജ്യത്തെ നമ്മൾ പ്രതിനിധീകരിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ അംബാസഡേഴ്സ് ആണ് നമ്മൾ. ദൈവരാജ്യത്തിന്റെ അംബാസഡേഴ്സ് ആണ്. ഞാൻ പറയുന്ന അർത്ഥത്തിൽ നിങ്ങൾ അത് ഉൾക്കൊള്ളണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇഫക്റ്റീവ് ലീഡേഴ്സ് ഡെവലപ്പ് ഫ്യൂച്ചർ ലീഡേഴ്സ്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഒരു തലമുറ എഴുന്നേൽക്കണം. നല്ല പാസ്റ്റർമാർ എഴുന്നേൽക്കണം. നമ്മുടെ ഈ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ആരുടെ മേലൊക്കെ ദൈവ നിയോഗം ഉണ്ടോ, ആ നിയോഗം പോലെ അവർ സുവിശേഷകന്മാരായി, അവർ ഇടയന്മാരായി, ഇവർ ഉപദേഷ്ടാക്കന്മാരായി, ഇവർ അപ്പോസ്തലന്മാരായി പുറത്തു വരണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഈ പഠനം 1 മണിക്കൂർ കൊണ്ട് അവസാനിക്കുകയല്ല. ഇതിനു ശേഷം നമ്മുടെ പ്രാർത്ഥനാ മുറി തുറക്കണം. അവിടെ നമ്മൾ മുഴങ്കാലം മടക്കണം. അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം. നാം പുറത്തു വരണം. കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആമേൻ. അവിടെ ദൈവത്തിന്റെ രാജ്യം പ്രഘോഷിക്കുവാൻ നമുക്ക് കഴിയണം. പ്രിയരെ, പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ 4ാമത്തെ പ്രത്യേകത കമ്പാഷനേറ്റ് ലീഡർഷിപ്പാണ്. കരുണയുള്ള നേതൃത്വമാണ്. കരുണയുള്ള നേതൃത്വം. യേശു ഒരിക്കലും നിർബന്ധിച്ചില്ല കേട്ടോ. യേശു ഒരിക്കലും തന്റെ ആ ഒരു അതോറിറ്റി മര്യാദക്ക് എന്ന് പറഞ്ഞ് യേശു ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെ, യേശു കർത്താവിന്റെ പ്രസംഗം കേട്ട് ഒരുപാട് പേര് നല്ല പ്രസംഗമാണ്, യേശു ഒരുപാട് പേര് പറഞ്ഞു നല്ല അപ്പമാണ്, നല്ല മീനാണ്. കുറെ പേര് ഉപദേശം കണ്ടപ്പോ പറഞ്ഞു ഇത് ആർക്കും ഗ്രഹിക്കാൻ കഴിയും, കടിന്റെ വാക്കാണ്, ഞങ്ങൾ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞ് കുറെ പേര് പോയി. ഒപ്പം തിന്നവരും യവത്തപ്പം തിന്നവരും മീൻ തിന്നവരും എല്ലാം മടങ്ങിപ്പോയപ്പോൾ ശിഷ്യന്മാരൊക്കെ നിൽക്കുക. യേശുവിനെ നിർബന്ധിച്ചില്ല, യേശുവിനെ ഫോഴ്സ് ചെയ്തില്ല. ആമേൻ. നിങ്ങൾക്ക് പോയിക്കൊള്ളാൻ മനസ്സുണ്ടോ? നിങ്ങൾ പോയിക്കോ. ആമേൻ. അവിടെയാണ് പത്രോസിന്റെ ക്വാളിറ്റി നമ്മൾ കാണുന്നത്. നാഥാ, ഞങ്ങൾ വന്നത് യവത്തപ്പം തിന്നാനല്ല. ആമേൻ. ഞങ്ങൾ വന്നത് മീൻ തിന്നാനുമല്ല. ഞങ്ങൾ വന്നത് നിത്യജീവന്റെ മൊഴികൾക്ക് വേണ്ടിയാണ്. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. അത് കിട്ടുന്ന വേറൊരു വ്യക്തിത്വമില്ല, അത് കിട്ടുന്ന വേറൊരു മൂവ്മെന്റ് ഇല്ല. ഞങ്ങൾ നിന്നെ വിട്ട് ആരുടെ അടുക്കൽ പോകും? ഇത്ര ക്ലാരിറ്റിയുള്ള മിഷനാ, ഇത്ര ക്ലാരിറ്റിയുള്ള ഒരു ദർശനമാണ്. ആമേൻ. ഞാൻ പറയുന്നത്, യേശു കർത്താവ് ആരെയും നിർബന്ധിച്ചില്ല. അവിടെ കരുണയുടെ ദൈവമായിരുന്നു. ജീസസ് cared for the poor, sick and broken hearted. ആമേൻ. ഇനി ബൈബിൾ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും എന്നെ സ്പർശിച്ച ഒരു കാര്യമാണ് യേശു കരഞ്ഞു എന്ന വേദഭാഗം. യേശു കരഞ്ഞു. യേശു ആർക്ക് വേണ്ടി കരഞ്ഞു? 2 സഹോദരിമാരുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ യേശു കണ്ണുനീർ വാർത്തു എന്ന് നാം ബൈബിളിൽ വായിക്കുന്നു. 2 സഹോദരിമാരുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ യേശു കണ്ണുനീർ വാർത്തു. ആമേൻ. യേശുവിന്റെ സ്നേഹം അത്ര വലുതാണ്. യേശുവിന്റെ കരുതൽ അത്ര വലുതാണ്. ലാസറിനെ പുറത്തു കൊണ്ടുവരികയാണ്. അപ്പം യേശു ചെയ്ത അത്ഭുതങ്ങളൊന്നും അത്ഭുതങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല, ഇത് അനിവാര്യമായതുകൊണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഈ തെറ്റായ ഫാൾസ് പ്രോഫറ്റ്സിനെയും തെറ്റായ പ്രവാചകന്മാരെയും തെറ്റായ അത്ഭുത പ്രകടനക്കാരെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ്. അവർ ഈ ക്യാമറയെല്ലാം ഫിറ്റ് ചെയ്ത് പണിയെല്ലാം ചോദിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുമ്പോൾ ആ പാടെ കുഴഞ്ഞു മറിയുകയാണ്. ഒരു അത്ഭുതം ഒന്ന് കാണിച്ച് അതൊന്ന് റീലാക്കി ഒന്ന് മീഡിയയിലിടാൻ എന്ത് പാടാ അവര് പെടുന്നത്? യേശു അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. യേശു അവർ ചെയ്യുന്നില്ല. യേശു ഏതെങ്കിലും അത്ഭുതം ചെയ്തിട്ട് പറയും, ഇത് ആരോടും പറയില്ല കേട്ടോ. അല്ലെ? നമ്മുടെ മന്ത്രിമാരും MLA മാരും പറയുന്നത് എന്താ? മാക്സിമം
നമ്മുടെ പ്രധാനമന്ത്രി പോലും പറഞ്ഞത് എന്താ? സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിക്കുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. യേശു അങ്ങനെ ഒന്നും ചെയ്തില്ല. യേശു പറയുന്നത് ആരോടും പറയരുത്, ആരോടും പറയരുത്. അതാണ് യേശുവിന്റെ രാജ്യം, യേശുവിന്റെ മൂല്യം അതാണ്. ആമേൻ. ചില കേസിൽ യേശു പറഞ്ഞു വീട്ടിലൊന്ന് പോയി പറഞ്ഞോളാൻ പറഞ്ഞു, അല്ലെ? വീട്ടിലൊന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞു. യേശുവിന്റെ മൂല്യമാണ്, യേശു പ്രകാശനം ചെയ്യുന്ന യേശുവിന്റെ മഹത്തായ രാജ്യത്തിന്റെ പ്രത്യേകതയാണ് നമ്മളിവിടെ കാണുന്നത്. ഹി ഡെമോൺസ്ട്രേറ്റഡ് ലവ് ത്രൂ ഹീലിംഗ് ആൻഡ് ഫോർഗിവ്നെസ്. യേശു ക്ഷമിച്ചു. ആ ക്ഷമയുടെ വ്യാപ്തിയൊക്കെ വലുതായിരുന്നു പ്രിയരെ. ഇവരാരും നിന്നെ കല്ലെറിഞ്ഞില്ലയോ, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല. അവൾക്ക് പുതിയൊരു ജീവിതം കൊടുക്കുകയാണ്. നശിപ്പിച്ച, വെട്ടി നുറുക്കി ഇല്ലാതാക്കാനല്ല. സാമ്രാജ്യത്തിന്റെ സ്വഭാവമാണ്. വിരോധികളെ വെട്ടി നുറുക്കുക എന്നത് ദുഷ്ട സ്വാധീനതയുള്ള സാമ്രാജ്യത്വത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ യേശു സ്നേഹത്തോടെ കൈക്ക് പിടിക്കുകയാണ്. ഇനി പാപം ചെയ്തത്, നിനക്കൊരു പുതിയ ജീവിതം ഞാൻ തരികയാണ്, നീ പോക, ധൈര്യത്തോടെ പോക. പാവനിയായ സ്ത്രീയോട് പറഞ്ഞു, നീ സമാധാനത്തോടെ പോക, go with peace. എത്ര നല്ല ഒരു യേശുനാഥനാണ് നമ്മുടെ കർത്താവ്. ആരെയും അവൻ കൈവിടുന്നില്ല. Compassion is the heart of Christ-like leadership. ആമേൻ. നമുക്ക് വേണ്ടത് ആ ഒരു ധൈര്യാണ്. സമാന നേതൃത്വം എന്ന് പറയുന്നത്, അതിന്റെ ഹൃദയം എന്ന് പറയുന്നത് കരുണയാണ്. അല്ലെ? 3 ദിവസം യോഗം കഴിഞ്ഞ് എല്ലാവരെയും എങ്ങനെ പെട്ടെന്ന് പിരിച്ചുവിടണം. ശിഷ്യന്മാരെല്ലാം പോകാനുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ യേശു പറയുന്നു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. നല്ല യോഗമായിരുന്നു, നല്ല പ്രസംഗമായിരുന്നു, പക്ഷെ പോകുന്ന വഴിക്ക് ഇവർ വിശന്ന് താഴെ വീഴരുത്. യേശുവിന്റെ ഹൃദയം നോക്കി. ഇവിടെ എന്തുണ്ട്? നമ്മുടെ ഈ ഓർഗനൈസേഷൻ ലീഡർഷിപ്പിന്റെ പ്രശ്നം, കമ്മിറ്റി കൂടി 200 പണത്തിന് അപ്പം മേടിച്ചാൽ തികയത്തില്ല. 200 ദിനേറി ഇതൊന്നും അവരുടെ കയ്യിൽ ഇല്ല. നമ്മൾ ഈ ശിഷ്യന്മാരുടെ കാര്യങ്ങളെ പഠിക്കുമ്പോൾ വളരെ രസകരമായി തോന്നാം. ഒരു തവണ ടാക്സ് മേടിക്കാൻ യേശുവിന്റെ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ യേശുവിന്റെ കയ്യിൽ പൈസ ഇല്ല, പത്രോസിന്റെ കയ്യിലും ഇല്ല. ആമേൻ. ഇവിടെയാണ് യേശു പറയുന്നത്, പത്രോസ് നീ പോയി ഒരു ചൂണ്ടയിട്, അതിനകത്ത് ലഭിക്കുന്ന ദ്രഹ്മപ്പണം നിന്റെ ടാക്സ് കൊടുക്ക്, എന്റെ ടാക്സ് കൊടുക്കും. അങ്ങനെയുള്ള ഒരു ചെറിയ സമൂഹം, വൈഷമ്യമുള്ള, ദാരിദ്ര്യമുള്ള ഒരു സമൂഹം, അവിടെയാണ് ഇവര് പറയുന്നത് 200 പണത്തിന് അപ്പം മേടിച്ചാൽ തികയത്തില്ല. പക്ഷെ യേശു പറയുന്നു, ഇവിടെ ആരുണ്ട്? അന്ത്രയോസ് പറയുന്നു, ഒരു മോനുണ്ട്, അവന്റെ കയ്യിലൊരു പൊതിയുണ്ട്. പ്രിയരെ, ഞാൻ ഇന്ന് ചർച്ചയിൽ ധ്യാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് അതുണ്ടായിട്ട് ഇത് ചെയ്യാം, ഇതുണ്ടായിട്ട് അത് ചെയ്യാം എന്നൊന്നും ചിന്തിക്കരുത്. ചെറിയ പൊതിയാണ്, ഇന്ന് തുടങ്ങുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ നേരെ ബൈബിൾ സൊസൈറ്റി പോയി. അവിടെ പോയി എന്റെ കയ്യിലുണ്ടാകുന്ന നന്മ ചോദിച്ചു, ഒരു കെട്ട് ബൈബിൾ മേടിച്ചു. മലബാറിലേക്ക് പോയപ്പോൾ കാസർഗോഡ് ഞങ്ങളുടെ മിനിസ്ട്രി ഉണ്ട്. അവിടെ ചെന്നപ്പോൾ ഞാൻ ദൈവാസ്മാർക്ക് ആർക്കാ ബൈബിൾ വേണ്ടത്, ആർക്കാ കൊടുക്കേണ്ടത്, പുതിയ ശിഷ്യന്മാർ കൊടുക്കുക. ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ ഉണർവുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 10 പേർക്ക് ബൈബിൾ കൊടുക്കുന്നേ. നമുക്ക് ചെറിയ കാര്യങ്ങൾ തുടങ്ങാമെന്ന്. ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളൊന്നും വലിയ പബ്ലിസിറ്റി ഒന്നും ചെയ്യണ്ട, ചെറിയ കാര്യങ്ങൾ ചെയ്യാം. ആമേൻ. ഒരു മനസ്സ് വേണം, ഒരു ഹൃദയം വേണം. ആമേൻ. 2 വെള്ളിക്കാശ്, അതിന്റെ പൂർണ്ണത, അതാ കർത്താവിന് ഇഷ്ടം. ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. കരുണയുള്ള ഒരു നേതൃത്വം. നമുക്ക് ദൈവത്തിന് പ്രാർത്ഥി, കർത്താവേ എനിക്ക് നല്ല ഹൃദയത്തിൽ അത്രയും പ്രാർത്ഥിച്ചാൽ മതി. എന്നെ നേതാവാക്കണമെന്നൊന്നും നമ്മൾ പ്രാർത്ഥിക്കണ്ട. എന്നെ നേതാവാക്കണേ, എന്നെ അങ്ങനെ ആക്കണേ, അങ്ങനൊന്നും പ്രാർത്ഥിക്കല്ലേ. നമ്മുടെ അറിവില്ലായ്മയുടെ കാലത്ത് പ്രാർത്ഥിച്ചു പോയതാ. പിന്നെ ആ പുസ്തകം ഈ പുസ്തകം കൊണ്ടുവരണേ, അറിവില്ലായ്മയുടെ കാലത്ത് നമ്മൾ പ്രാർത്ഥിച്ചു പോയതാ. സ്തോത്രം. ദൈവത്തിനെ പഠിച്ച് മനസ്സിലായി, കർത്താവ് നിയോഗിക്കുകയാണ്. കാട്ടില് ആടുകളുമായി കിടന്ന ഒരു കാട്ടുചെറുക്കൻ, തമ്പുരാൻ അവനെ കണ്ടു, ഇവനെ പുറത്തു കൊണ്ടുവന്നു. അവന്റെ ഉണക്കവടി മേടിച്ച് കളഞ്ഞിട്ട് പറഞ്ഞു, നീ പിടിക്കേണ്ടത് ചെങ്കോലാണ്. ഇവനെ ഇരുത്തിയത് സിംഹാസനത്തിലാണ്. അതാണ് ദാവീദിന്റെ സിംഹാസനം. ഇതിൽ നിന്നാണ് ചരിത്രം പറഞ്ഞു പിന്നെ ദൈവരാജ്യത്തിന്റെ സിംഹാസനം പറയുമ്പോൾ തുടങ്ങുന്നത് ദാവീദിന്റെ സിംഹാസനം. തുടക്കം ഒരാട്ടിടയ ബാലനാണ്. ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ കഴിയും. ഭർത്താവ് മരിച്ചുപോയി, വിധവിയായി കരഞ്ഞ് തീർന്ന ഒരു സ്ത്രീ ഇങ്ങായമ്മനെ കൊണ്ട് യാത്ര ചെയ്തു. പൊറുക്കാൻ പോയി, അറിയാത്ത വയലിൽ പൊറുക്കാൻ പോയി, പുനർച്ചിരുന്നു. ദൈവം അവളോട് കനിവ് കാണിച്ചു. ആ വായന ദൈവം അവൾക്ക് കൊടുത്തു. യേശുവിന്റെ ജീനിയോളജിയിൽ പേര് വരികയാണ്. ഇതാ ദൈവിക പദ്ധതി.
ആമേൻ. ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഹൃദയം തന്നെ ഞാൻ പറയുന്നു, ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാനാഗ്രഹമുണ്ട്. നാം പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, എന്നെ അറിയുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ. കരയാനുള്ള ഒരു കണ്ണുനീര് എനിക്ക് തരുമാറാകണമേ. ഇരമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ ആ കണ്ണുനീരിന്റെ പറ്റാത്ത ഉറവിയായി തീരാൻ നീ എന്നെ സഹായിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മനിറവിൽ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഒരു നിയോഗം പോലെ ഞാൻ പറയുന്നു. ലാലു ജേക്കബ് സാർ ഈ ക്ലാസ് എടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ച, കർത്താവ്, ഈ സബ്ജക്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ദൈവം എനിക്ക് തന്നൊരു നിയോഗം ഞാൻ പറയാം. കർത്താവിന് ഈ പുതിയ മാസത്തിൽ ഒരു പുതിയ പാത്രമായി കുറച്ചുകൂടി ഗുണമുള്ള, കുറച്ചുകൂടെ മണമുള്ള, കുറച്ചുകൂടെ നിയോഗമുള്ള, കുറച്ചുകൂടെ രുചിയുള്ള ഒരു പുതിയ പാത്രമായി എന്നെയും നിങ്ങളെയും ഉപയോഗിക്കേണ്ടതുണ്ട്. ഇനി പാടുന്ന പാട്ടുകളിൽ കുറച്ചുകൂടെ ആത്മനിറവ് വരട്ടെ. ഇനി എടുക്കുന്ന ക്ലാസ്സുകളിൽ കുറച്ചുകൂടെ ആത്മനിയോഗം വരട്ടെ. കർത്താവ് നമ്മളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കറിയാം, ഈ സൂം പ്ലാറ്റ്ഫോമില നമ്മൾ ഇരിക്കുന്നതെങ്കിലും ദൈവം ഒരു പുതിയ നിയോഗം നിങ്ങൾക്ക് തരുന്നുണ്ട്. ദൈവം നിങ്ങൾക്ക് ഒരു പുതിയ ഒരു അനുഗ്രഹം തരുന്നുണ്ട്. ഒരു പുതിയ ശക്തി ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട്. യേശു കർത്താവിന്റെ ലീഡർഷിപ്പിന്റെ ഉച്ചാമത്തെ മാതൃക കൂടെ പറഞ്ഞ് ഞാൻ വേഗം നിർത്താം. ഇത് സാക്രിഫിഷ്യൽ ലീഡർഷിപ്പാണ്. ത്യാഗപരമായ നേതൃത്വമാണ്. കൊടുക്കുന്ന യേശു, ത്യാഗം സഹിക്കുന്ന യേശു, ക്രൂശ് വഹിക്കുന്ന യേശു. ആമേൻ. യേശു എല്ലാം സഹിക്കുകയായിരുന്നു, യേശു എല്ലാം വഹിക്കുകയായിരുന്നു. ത്യാഗപരമായ നേതൃത്വം. ജീസസ് ഗേവ് ഹിസ് ലൈഫ് ഫോർ ദ സാൽവേഷൻ ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യന്റെ രക്ഷയ്ക്കായി യേശു തന്റെ ജീവൻ അർപ്പിച്ചു. ആമേൻ. യേശു തന്റെ ജീവൻ അർപ്പിച്ചു. സ്തോത്രം. അതിനു വേണ്ടിയുള്ള കുരിശ് താൻ ചുമന്നു. ആമേൻ. ക്രൂശിച്ചവർക്ക് വരെ ആ പ്രതിഫലം കൊടുത്തു. അടുത്ത് വന്നവർക്കെല്ലാം യേശു കൊടുക്കുകയാണ്. വാങ്ങുന്ന യേശുവല്ല, കൊടുക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. അരികെ വന്നവർക്കെല്ലാം കൊടുത്തുകൊണ്ടേയിരുന്നു യേശു, കൊടുത്തുകൊണ്ടേയിരുന്നു. ദാഹിച്ചവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു ആത്മീയ നദിയിൽ നിന്ന് ഞാൻ നിങ്ങളെ കുടിപ്പിക്കും. ആമേൻ. യേശു വെള്ളം മാത്രമല്ല, ആത്മനദി കൊടുത്തു. യേശുവിന്റെ ഒരിക്കൽ വന്നവർക്ക് യവത്തപ്പം മാത്രമല്ല, ജീവന്റെ അപ്പം യേശു കൊടുത്തു. രോഗികൾക്ക് യേശു സൗഖ്യം കൊടുത്തു. ആമേൻ. വേദനിച്ച് വന്നവരെ യേശു ഒരു പുതിയ പാത്രമായിട്ട്, മൺപാത്രമായിട്ട് രൂപപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ ക്രൂശ് അവൻ നമുക്ക് വേണ്ടി ചുമന്നു. പ്രിയരെ, ലീഡർഷിപ്പിന്റെ, സ്റ്റിവാർഡ്ഷിപ്പിന്റെ എല്ലാ ചിന്തകളും നാം ആരംഭിക്കേണ്ടത് കുരിശിന്റെ ചുവട്ടിൽ നിന്നാണ്. ആമേൻ. ഞാൻ ഇത് പറയുമ്പോൾ കുരിശിന്റെ ചുവട്ടില് യോഹന്നാൻ നിൽപ്പുണ്ട്. പ്രിയരെ, എന്റെ മനസ്സിലെ ഭയങ്കര രൂപമാണ് യോഹന്നാന്റെ രൂപം. കുരിശിന്റെ ചുവട്ടിൽ മറ്റാരുമില്ല. നിൽക്കട്ടെ പ്രിയരെ, കുരിശിന്റെ ചുവട്ടിൽ തിന്നവരില്ല, മുന്തിരിച്ചാറ് കുടിച്ചവരില്ല, മീൻ തിന്നവരില്ല, ഗുണം അനുഭവിച്ചവരില്ല. കുരിശിന്റെ ചുവട്ടിൽ പല ശിഷ്യന്മാരുമില്ല, ഒരുവൻ മാത്രം യോഹന്നാനാണ്. ആമേൻ. ആമേൻ. നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രം മതിയാണ്. യോഹന്നാൻ ഇത് കാണുന്നുണ്ട്. യേശുവിനെ ക്രൂശിക്കുന്ന ചിത്രം അവൻ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും. ഇത് കാണുന്നവൻ ഇതിന് സാക്ഷ്യം പറയുകയാണ്. അവന്റെ സാക്ഷ്യം നിങ്ങൾക്ക് വിശ്വസിക്കാം. എന്താ യോഹന്നാനെ, നിനക്കിപ്പോൾ രക്തം വാർന്ന് ഒഴുകുന്ന കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാൻ കഴിയുന്നത്? ഒരൊറ്റ മറുപടിയുള്ളൂ, ഞാൻ അവന്റെ മാറിവിലെ ചൂടറിഞ്ഞവനാണ്. യേശുവിന്റെ മാർവിലെ ചൂട് അറിഞ്ഞവർക്ക് ഒരിക്കലും പിന്മാറിപ്പോകാൻ പറ്റത്തില്ല. ഒന്നുകൂടെ പറയുന്നു, യേശുവിന്റെ മാർവിലെ ചൂട് അറിഞ്ഞവർക്ക് ഒരിക്കലും പിന്മാറിപ്പോകാൻ കഴിയത്തില്ല. ആമേൻ. യോഹന്നാൻ യേശുവിന്റെ കുരിശിന് ചുവട്ടിൽ നിന്നു. കേൾക്കണം, പത്മോസ് ദ്വീപില് ആ യോഹന്നാൻ ഒറ്റപ്പെട്ടപ്പോൾ സ്വർഗം ഇറങ്ങി വന്നു. ആമേൻ. മരണത്തെ മുഖാമുഖം കണ്ട് പത്മോസിന്റെ തീരത്ത് ആ ഒറ്റപ്പെട്ട് കഴിയുന്നവന് വേണ്ടി സ്വർഗം ഇറങ്ങി വന്നു, മാറത്ത് പൊൻകച്ച കെട്ടിയവനായിട്ട്. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. ക്രിസ്തുവിന് വേണ്ടി നിൽക്കുക. നാം വാങ്ങാൻ വേണ്ടി, സ്വീകരിക്കുവാൻ വേണ്ടി ഇറങ്ങിയവരല്ല, നാം കൊടുക്കുവാൻ വേണ്ടി, ത്യജിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ്. നമ്മളെ ഏൽപ്പിച്ച എല്ലാ നന്മയിലും ഒരു സാക്രിഫിഷ്യൽ മൈൻഡ് നമുക്കുണ്ടായിരിക്കണം. He placed God's will above his own comfort. സ്വന്തം ഇഷ്ടത്തെക്കാൾ ദൈവഹിതത്തിന് യേശു കർത്താവ് പ്രാധാന്യം നൽകുകയാണ്. അപ്പൊ നിന്റെ ഇഷ്ടമെങ്കിൽ എന്റെ ഇഷ്ടമല്ല
ഇഫ് ഇറ്റ് ഈസ് thy will, അത് നിന്റെ ഇഷ്ടമെങ്കിൽ, നിന്റെ ഇഷ്ടമെങ്കിൽ. ആ കുരിശിന്റെ മൊഴികൾ നിങ്ങളത് പഠിച്ചു നോക്കിയ പ്രിയരെ. കുരിശിന്റെ മൊഴികൾ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാകെയും ഇവരോട് ക്ഷമിക്കണമേ. ഓ, എന്താ അല്ലേ? ആ ശിഷ്യന്മാരാ യേശുവിന്റെ പേരിൽ ഇന്ന് വഴക്കുണ്ടാക്കുന്നത്, വലിയ പ്രശ്നങ്ങൾ, ഗ്രൂപ്പിസ് ഉണ്ടാക്കുന്നത്. ഇതൊന്നും ക്രിസ്ത്യല്ല, അതൊക്കെ പൈശാചികമാണ്. യഥാർത്ഥ ക്രിസ്തീയ അനുഭവം അത് ത്യാഗത്തിൻ്റെതാണ്. ആമേൻ. എന്റെ കസാരയെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നല്ല, എഴുന്നേറ്റ് മറ്റൊരാളെ സ്വീകരിച്ച് അങ്ങോട്ട് ഇരുത്തുന്നതാണ്. അതാണ് കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നത്. True leadership requires sacrifice and obedience. യഥാർത്ഥ ശിഷ്യത്വം ത്യാഗവും അനുസരണവും ആവശ്യപ്പെടുകയാണ്. ആമേൻ. ഒന്നുകൂടെ പറയുന്നു, യഥാർത്ഥ നേതൃത്വം ഇത് ത്യാഗവും അനുസരണവും ആവശ്യപ്പെടുകയാണ്. ഒരൊറ്റ ചിന്ത കൂടെ ഞാൻ ഈ ഇതിനകത്ത് നമ്മുടെ ബില്ലി ഗ്രഹാമിന്റെ ചിന്ത ഞാൻ ചേർത്തിട്ട് അതോട് പറഞ്ഞ് ഞാനിവിടെ നിർത്താം. ബില്ലി ഗ്രഹാമിന്റെ വാക്കുകളിൽ എന്നെ സ്പർശിച്ച ഒരു ചിന്തയാണ്. God has given us two hands. ദൈവം നമുക്ക് രണ്ട് കരങ്ങളെ നൽകിയിട്ടുണ്ട്. One to receive with and the other to give with. ദൈവം നമുക്ക് രണ്ട് കരങ്ങളെ നൽകിയിട്ടുണ്ട്. ഒന്ന് സ്വീകരിക്കാനാണ്, മറ്റൊന്ന് കൊടുക്കാൻ വേണ്ടിയാണ്. പ്രിയരെ, ലീഡർഷിപ്പിന്റെ ശുശ്രൂഷ, സ്റ്റിവാർഡ്ഷിപ്പിന്റെ ശുശ്രൂഷ ദൈവം നമ്മളെല്ലാവരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. കർത്താവ് എവിടെ, എങ്ങനെ, എപ്പോൾ നമ്മളെ ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുവോ അതിനുവേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മളെ തന്നെ ഇന്ന് സമർപ്പിക്കുക. കർത്താവേ, എന്താണ് തിരുഹിതം? ആ തിരുഹിതത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുകയാണ് കർത്താവേ. നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുകയാണ് കർത്താവേ. ആമേൻ. ഒറ്റ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ ക്ലാസ് നിയോഗത്തിന്റെ ക്ലാസ്. ഈ ക്ലാസ്സിൽ ദൈവചിലരെ ഉപയോഗിക്കുവാൻ വേണ്ടി വിക്ഷിപ്തമാക്കുന്ന ക്ലാസ്സാണ്. എനിക്ക് പരിചയമുള്ള പല മുഖങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ചുരുങ്ങിയ സമയങ്ങൾ ക്രിസ്തീയ നേതൃത്വത്തിന്റെ, ക്രിസ്തീയ സ്റ്റിവാർഡ്ഷിപ്പിന്റെ അടിസ്ഥാന തത്വങ്ങളൊന്ന് ഓടിച്ച് ചിന്തിക്കാൻ ഞങ്ങളെ സഹായിച്ചല്ലപ്പ. പിതാവേ, ഈ ഒരു മണിക്കൂർ അവിടെ ഞങ്ങളെ ഉപയോഗിക്കുകയും സംസാരിക്കുകയും ചെയ്ത പോലെ എന്താണ് അപ്പന്റെ ഇഷ്ടം, എന്താണ് അങ്ങയുടെ ഇഷ്ടം, ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങളെ ഉപയോഗിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് നൽകുന്ന കൃപയിലും നിയോഗത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല പ്ലാറ്റ്ഫോമിനായി സ്തോത്രം. ബൈബിൾ സ്കൂളിനായി, ലാലു സാറിന്റെ ലീഡർഷിപ്പിനായി, അധ്യാപകർക്കായി എല്ലാം സ്തോത്രം ചെയ്യുന്നു. വചനം പഠിക്കുന്ന എല്ലാവരും ഉപയോഗിക്കപ്പെടട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. താങ്ക് യു. എല്ലാവരോടും പറയുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷമുണ്ട്. തന്റെ തിരക്കുകൾക്കിടയിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ നമുക്ക് ലഭിച്ചതോർത്ത് എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രത്യേകാൽ തന്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ നമ്മളോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും ആദരവിനുമായി സ്തോത്രം. പ്രത്യേകാൽ താൻ വളരെ ഒരു ഭാരിച്ച ചുമതലകളുള്ളപ്പോഴും നമ്മളോടൊപ്പം ചെലവഴിക്കുവാൻ കണ്ടെത്തിയ സമയത്തിന് ദൈവം അധികം പ്രതിഫലം കൊടുത്ത് മാനിക്കട്ടെ. തനിക്ക് പ്രത്യേകമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടറേറ്റ് ഒക്കെ ലഭിക്കാൻ ഇടയായി തീർന്നു. പ്രത്യേകാൽ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ദൈവം ഇടയാകട്ടെ. അതോടൊപ്പം തന്നെ താൻ എഴുതിയ അനേകം പുസ്തകങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനത് ഗ്രൂപ്പിലിട്ടിരുന്നു. ഇന്ന് ഞാനത് വീണ്ടും ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ പലർക്കും അദ്ദേഹത്തെ മുഖാമുഖമായി കാണുവാൻ ഇടയായി തീർന്നല്ലോ. ഞാൻ ആ ബുക്കിന്റെ പാസ്റ്റർ എനിക്ക് ഒന്നുകൂടെ ഇട്ടേക്കണം. അണയാത്ത ദീപങ്ങളല്ലേ, അണയാത്ത അല്ലേ, അണയാത്ത അഗ്നിജാല. മറ്റു വേറെ പുസ്തകങ്ങളില്ല, പഴയ പുസ്തകങ്ങൾ. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ലിസ്റ്റുകൾ ഇടുന്നതാണ്. നിങ്ങൾക്ക് ബൈ പോസ്റ്റ് നാട്ടിലുള്ളവർക്കൊക്കെ ലഭിക്കുന്നതാണ്. നമ്മുടെ കർത്താവിന്റെ ദാസന്റെ പ്രവർത്തനങ്ങളെ താൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പ്രത്യേക കർത്താവിന്റെ ദാസനോടും ജോയിൻ ചെയ്ത എല്ലാവർക്കും പ്രത്യേക നന്ദി. പ്രത്യേക റാന്നിക്കാരായ പല പ്രിയപ്പെട്ടവരും ഉണ്ട്. അവരിന്നും ജോയിൻ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഓമന ആന്റിയൊക്കെ ഓക്കെ അല്ലേ? അതുപോലെ പല പ്രിയപ്പെട്ടവരും റാന്നിയിലുള്ളവരുണ്ട്. എല്ലാവരും സേഫ് ആണല്ലോ? നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഉണ്ട്. പ്രിയ ബിൻസി ഉണ്ട്, ലാലിയസ് ഉണ്ട്, ഓമന ആന്റി ഉണ്ട്, പല പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് ഇന്നും ഈ പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾ ബൈബിൾ പഠിക്കുവാൻ ചേർന്നുവല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രത്യേകാൽ ആ ദേശത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളം കടന്നു പോകുന്ന പ്രത്യേക സാഹചര്യങ്ങൾ ദൈവം ആ പ്രതികൂല അവസ്ഥകളെ ഒക്കെ മാറ്റട്ടെ.
പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ ആത്മാർത്ഥതയോടെ, ഞാൻ ഇന്ന് ഇത്രയും പോലും പേര് ജോയിൻ ചെയ്യുമെന്ന് കരുതിയില്ല, എങ്കിലും ഈ പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ ദൈവവചനം പഠിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനായി സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കട്ടെ. ഇന്ന് പേപ്പറിൽ കണ്ട് നമ്മൾ ഇച്ചിരി ദുഃഖത്തിലാണ്. കാരണം ഏഞ്ചൽ ജെറോം എന്ന് പറയുന്ന ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു അനുഗ്രഹീത, ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ജെറി. തൻ്റെ മരുമകളാണ് ഇന്ന് UK വെച്ച് നിത്യതയിൽ ചേർക്കപ്പെട്ടു. ജെറി ഇവിടുത്തെ ചർച്ച് ഓഫ് ഗോഡിലെ സെക്രട്ടറി ആക്റ്റീവ് മെമ്പറാണ്. വളരെ വേദനയുണ്ട്. ദൈവം സഹായിക്കട്ടെ. പല വിഷയങ്ങൾ കേൾക്കുമ്പോൾ വളരെ വളരെ ദുഃഖകരമായ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ദൈവം നമ്മളെയൊക്കെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. അവസാനമായി ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ ദൈവദാസന്റെ പ്രവർത്തനങ്ങൾ താൻ ബഹറിലായിരിക്കുന്നുവല്ലോ, തന്റെ പ്രവർത്തനങ്ങളെ അല്ല ദൈവം സഹായിക്കട്ടെ. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വസ്ഥ നല്ല പിതാവേ, അനുഗ്രഹം സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അകപ്പെ ഓൺലൈൻ ഇന്ന് കർത്താവെ സ്പെഷ്യൽ ക്ലാസ്സുമായിട്ട് അവരുടെ ദാസനെ സ്വർഗം അയച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേകായിരങ്ങൾക്ക് കർത്താവെ പ്രയോജനമായി അവിടുന്ന് ശക്തമായി തന്റെ ദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഇന്നും ക്രിസ്തു യേശുവിന്റെ കർത്താവെ കാര്യവിചാരവും തമ്മിലുള്ളതായ വിഷയങ്ങൾ ശക്തമായി ഓരോ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ തന്റെ ദാസനെ ഉപയോഗിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. താനായിരിക്കുന്ന രാജ്യത്ത് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിസ്ട്രിയിൽ എല്ലാം ഇപ്പോഴും സ്വർഗം അവിടുന്ന് ആദരിക്കുകയും മതിക്കുകയും ചെയ്യണമേ. പുതിയ പുതിയ മേഖലകളിൽ അനേകരിലേക്ക് അവിടുത്തെ സ്നേഹം, അവിടുത്തെ വചനത്തിന്റെ വ്യാപ്തി എത്തുവാൻ പിന്നെയും ശക്തമായി ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവേ, കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി ഈ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. എല്ലാവരെയും സഹായിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. ആരെയും ശത്രു തൊടുവാൻ അനുവദിക്കാതെ പ്രാണനെ കാത്തു പരിപാലിക്കുന്ന സ്വർഗീയ ദൈവത്തിന്റെ വലിയ പരിപാലനം എല്ലാവരുടെ മേലും പകർന്നായിരിക്കണമേ. ഞങ്ങളുടെ ക്ലാസ്സുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സ്വർഗം സഹായിക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിന്റെ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിപ്പാൻ പ്രിയാലാലു പാസ്റ്റേയും ഷാജി പാസ്റ്റേ എല്ലാവരെയും അവിടുന്ന് ഒരുക്കിയല്ലോ. പിന്നെയും സഹായിക്കണം. അത്ഭുതങ്ങളെ ചെയ്യും അരുമരക്ഷകനാകുന്ന യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയമൂലം കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടും ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ട ഒരു ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനും എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ഞാൻ ആ കർത്താവിന്റെ ദാസന്റെ ബുക്സുകൾ ഞാൻ ഗ്രൂപ്പിൽ ഒന്നുകൂടി ഇടുന്നതാണ്. നിങ്ങൾ അത് ഗൂഗിൾ പേ ചെയ്യുകയും അത് നിങ്ങളുടെ പോസ്റ്റിൽ എത്തുകയും ചെയ്യുന്നതാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.